നമ്മളുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന പത്രമാധ്യ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ ഓപ്ഷൻ ഇന്നിവിടെ വളരെ ഭംഗിയായി പൂർത്തിയായി. എല്ലാവർക്കും അറിയാവുന്ന പോലെ സഞ്ജു സാംസൺ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു റെക്കോർഡ് വില കൊടുത്ത് അദ്ദേഹത്തെ എടുത്തു. അതനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു വ്യൂവർഷിപ്പ് കൂടാനും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാൻസിലേക്ക് എത്തിക്കാനും പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പറയുക, സഞ്ജുവിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ വലിയൊരു ഇതാവും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സഞ്ജു ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു അസ് ആൻഡ് ദ ലീഗ്. അതേമാതിരി തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ലീഗ് ഏറ്റവും കൂടുതൽ ഫാൻസിലേക്കും അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഒരു പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണമായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ 15 ദിവസവും എല്ലാ മീഡിയയും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളുടെ ഈ ഒരു ലീഗിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം സഹായിച്ചു. കാര്യം സ്പോർട്സ് പേജിൽ വളരെ ഭംഗിയായിട്ട് IPL ഒക്കെ ചെയ്യുന്നവർ തന്നെ അല്ലെങ്കിൽ തന്നെ ഒരു വൺ ഡേ ഇന്റർനാഷണൽ നടക്കുന്ന ഒരു മാച്ചസിൻ്റെ രീതിയിൽ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളും നമ്മൾ സഹകരിച്ചുകൊണ്ട് വളരെ വിജയമാക്കിയതിൽ നിങ്ങൾക്കൊരു പ്രധാന പങ്ക് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടേതായിരുന്നു. അതിനാദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പേരിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരിലും. നമുക്കറിയാം ഫസ്റ്റ് ഇയറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഫ്രാഞ്ചൈസി ലീഗിനെ അനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ സംബന്ധിച്ച് നടക്കുന്ന ലീഗിനെ വെച്ച് നോക്കിയപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ബാക്കിയുള്ള BCCI സ്റ്റേറ്റ് അസോസിയേഷൻ കിട്ടിയത്. ഇവൻ കർണാടക പ്രീമിയർ ലീഗ്, തമിഴ്നാട് പ്രീമിയർ ലീഗ്, ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ലീഗ് നടത്തി വരുന്ന ലീഗാണ്. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു റേറ്റിംഗിൽ വളരെയധികം നല്ല രീതിയിൽ നടത്തിയെന്നുള്ളൊരു കമന്റ് BCCIയുടെ ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷന് ഈ ഒരു ലീഗിനെ സംബന്ധിച്ച് കിട്ടുകയുണ്ടായി. പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിൽ കളിക്കുകയുണ്ടായി. അതേമാതിരി തന്നെ ഒരുപാട് ടാലന്റ് ആളുകൾ, നമ്മുടെ ഫോർമർ പ്ലേയേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാൻ. നമ്മുടെ ലീഗ് ഹൗ വി കണ്ടക്ട് ദ ലീഗ് അല്ലെങ്കിൽ ആ ലീഗിന്റെ സ്റ്റാൻഡേർഡ് എല്ലാം വളരെ നല്ലതായിരുന്നു. അത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെ എല്ലാ മാച്ചും നടത്തി. അപ്പോൾ അതിലൂടെ നമുക്ക് IPL എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ സ്റ്റാർ സ്പോർട്സിലൂടെ 14 ദശലക്ഷം പേരും 2.4 ദശലക്ഷം പേർ ഫാൻ കോഡിലിടെയും 3 മത്സരങ്ങൾ മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് പ്ലസിലൂടെ സംപ്രേഷണിച്ചിട്ടുണ്ടായി. അതിൽ 3.24 ദശലക്ഷം പേര് മത്സരം കണ്ടു എന്നുള്ളത് ഈ ഒരു ലീഗിന്റെ ജനപ്രതിനിധിയുടെ ഉദാഹരണമാണ്. അതേമാതിരി തന്നെ നമ്മുടെ ഒരു സ്പോർട്സ് പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് എന്താ പറയുക, നമ്മളുടെ ഈ ലീഗ് നമ്മുടെ കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം 30 കോടിയുടെ നിക്ഷേപമാണ് ഈ ഒരു ബ്രാൻഡിലൂടെ ഈ കേരള ക്രിക്കറ്റിലൂടെ നടത്തിയൂടെ വന്നത്. ബ്രാൻഡിങ്, പ്രൊമോഷൻ, മറ്റ് സേവനങ്ങൾ, ഹോട്ടൽ, ടാക്സി, വാട്ടവർ എല്ലാ കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഒരു 30 to 35 crores എനിക്ക് തോന്നുന്നു കേരള സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകിയുള്ള ഒരു ലീഗായിരുന്നു ഇത് നടന്നു വന്നത്. അതിന് നമ്മൾ നേരിട്ടും അത് അല്ലാതെയുമായിട്ട് 700-ലധികം പേർക്കാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഒരു ജോലി സാധ്യത ഉണ്ടായത്. 2500 പേർക്ക് പരോക്ഷമായി തൊഴിൽ ഉറപ്പാക്കാൻ ആദ്യ സീസണിലൂടെ KCL സാധ്യമായിരുന്നത് വളരെ ഒരു പോസിറ്റീവും കേരള ക്രിക്കറ്റിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഏറ്റവും സപ്പോർട്ട് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നുണ്ടായി. അതേപോലെ ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയ കാര്യം പറയുന്നത് മീഡിയ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫിൽ 40% സ്ത്രീ പങ്കാളിത്തവും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇതൊരു പ്രസ് നോട്ട് നമ്മൾ എല്ലാവർക്കും റിലീസ് തരുന്നുണ്ട്. കൂടാതെ ഞാനിത് പറഞ്ഞെന്ന് മാത്രം. അതിൽ കുടുംബശ്രീ പോലുള്ളവരെ കൊടുത്തിട്ട് ഫുഡ് സ്റ്റോളുകളൊക്കെ അതിനകത്ത് ഇതുണ്ടായി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്ത്രീ പങ്കാളിത്തവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ ലേലത്തിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും സെക്രട്ടറി നിങ്ങളെ അതിൻ്റെ കൂടാതെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെക്രട്ടറി ബ്രീഫ് ചെയ്യുന്നതാണ്. എൻ്റെ ഒപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിനോദാണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി. കൂടാതെ എൻ്റെ ഒപ്പം നാസർ മച്ചാൻ, ഗവർണിംഗ് ചെയർമാൻ ഓഫ് ദ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ചെയർമാനാണ് നാസർ മച്ചാൻ. ഏതായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ ഒരു ലീഗിനും അത് നമ്മുടെ പ്ലേയേഴ്സിനും, ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. കാര്യം നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നാട്ടിൽ അല്ലെങ്കിൽ എത്തിക്കുന്നത് ഓരോ ജൂനിയർ ക്രിക്കറ്റേഴ്സിൻ്റെയും ഒരു എന്താ പറയുക, അവരുടെ ഒരു മുറയിലാണ്. അവരുടെ ഒരു പടം പേപ്പറിൽ വരിക എന്നുള്ളത് തന്നെ ഒരു വളരെയധികം അവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് അവർക്ക് അവരുടെ വീട്ടുകാർക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വർഷവും
നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ ഉണ്ടാവണമെന്ന് പറയുന്നു. നന്ദി. ഞാൻ വിനോദിനോട് മൈക്ക് കൈമാറുന്നു. ട്രെയിൻ ചെയ്ത 15 പ്ലെയേഴ്സ് ഉൾപ്പെടെ 106 പേരെയാണ് ടീമുകൾ അവരുടെ ടീമിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഓപ്ഷൻ പൂളിൽ 63 പേരാണ് അൺസോൾഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഇപ്പോൾ വന്നിരിക്കുന്നത് രോഹിത് എന്ന് പറയുന്ന രോഹിത് KR ആണ് യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത്. അയാൾ നമ്മുടെ അണ്ടർ-19 കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒരു കഴിഞ്ഞ NSK ട്രോഫി എന്ന് പറഞ്ഞ ആ ഇന്റർ ഡിസ്ട്രിക്ട് ആ ടൂർണമെന്റിലെ ഫൈനൽസിലെ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ഹയസ്റ്റ് ബിഡ് അട്രാക്ട് ചെയ്തത് സഞ്ജു ആണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വന്നത് വിഷ്ണു വിനോദാണ്, 12.8 lakhs ആണ്. അത് കഴിഞ്ഞിട്ട് തേർഡായിട്ട് വന്നത് ജലസ് സക്സേന 12.4 lakhs-നാണ്. പിന്നെ പൂൾ സിയിലെ ബേസ് പ്രൈസ് 75,000 ഉണ്ടായിരുന്ന പൂൾ സിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഹയസ്റ്റ് ബിഡ് കിട്ടിയത് അജിത് V ആണ്. ലെഫ്റ്റ് ആം സ്പിന്നറാണ്. NSK ട്രോഫിയിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് കളിച്ചതാണ്. കഴിഞ്ഞ വർഷവും അയാൾ കാലിക്കറ്റ് ബ്ലൂ സ്റ്റാർസിനാണ് ഉണ്ടായിരുന്നത്. അയാളാണ് ഇപ്പോൾ ഹയസ്റ്റ് ഈ പൂൾ സിയിലെ ഹയസ്റ്റ് എമൗണ്ട് അട്രാക്ട് ചെയ്തത്. ഇതാണ് ഇന്നത്തെ ഓപ്ഷനിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയുള്ള ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റും ഒക്കെ എന്തായാലും ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രസ് നോട്ടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഓഗസ്റ്റ് 21 മുതൽ ആണ് നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഫൈനൽസ്. സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലുമാണ് എല്ലാ മാച്ചസും സംപ്രേഷണം ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ഒരു ഫസ്റ്റ് ഡേയും ഫൈനൽസിനും മാത്രമാണ് ഏഷ്യാനെറ്റിൽ നമ്മുടെ റീജിയണിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നത്. ഇത്തവണ എല്ലാ ദിവസവും എല്ലാ മാച്ചസും ഏഷ്യാനെറ്റിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലാതെ കുറച്ച് ആക്ടിവിറ്റി ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ലീഗ് നടക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് ഫുഡ് കോർട്ട്, അതുപോലെ കുറച്ച് മറ്റ് ഒരു ഫാൻ എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു വയനാട് ആ ഒരു ദുരന്തം കാരണം നമ്മളെല്ലാ അങ്ങനത്തെ പരിപാടികളും ഗവൺമെന്റും നിർത്തിവെച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഈ ലീഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കുറച്ചധികം ഈ ഓണം ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫങ്ഷൻസും അതുപോലെ ഈ ഫുഡ് കോർട്ട് അങ്ങനത്തെ മറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. വെച്ചിട്ട് നമ്മളൊരു KCLന്റെ മാസ്കോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ റെഡ് FM-ഉമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ട്രോഫി ടൂറും ഈ മാസ്കോട്ട്സിന്റെ ടൂറും പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടൂൺസ് ആനിമേഷനുമായിട്ട് നമ്മൾ ഒരു ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു അനിമേറ്റഡ് വീഡിയോസ് അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് വഴിയുള്ള കുറച്ച് പ്രൊമോഷൻസും ഒക്കെ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തു. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ മോഹൻലാലിന്റെ കുറച്ച് പ്രൊമോ വീഡിയോസും കഴിഞ്ഞ തവണ തന്നെയാണ് അധികമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് സെക്കൻഡ് സീസണിൽ കുറച്ചുകൂടെ ഒരു ഈ ഫാൻസിലോട്ട് കൂടുതൽ എത്തിക്കാനായിട്ടും ആ ഒരു റീച്ച് കിട്ടാനുമായിട്ട് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ സ്പോൺസർ കഴിഞ്ഞ വർഷത്തെ സെയിം അത് തന്നെയാണ്, ഫെഡറൽ ബാങ്ക് KCL എന്ന് തന്നെ ആയിരിക്കും അറിയപ്പെടുന്നത്. ഇത്രയാണ് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാരണം. ഇനി ഒരു വിട്ടുപോയത് ഈ നമ്മളതുപോലെ ഈ ഒരു ഗവൺമെന്റ് ആന്റി ഡ്രഗ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ക്രിക്കറ്റാണ് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഉള്ളൊരു ആഡ്സും അങ്ങനത്തെ പ്രൊമോഷനും കൂടെ നമ്മൾ ചെയ്യുന്നു. ഇത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ വിജയമാക്കാനായിട്ട്. കാരണം നമ്മളൊരു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ BCCIയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം TNPL കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്തതും ഒരു ഫാൻസ് കൂടുതലും കണ്ടതും അല്ലെങ്കിൽ നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നതും അതുപോലെ ആ ഒരു മാച്ചസിന്റെ സ്റ്റാൻഡേർഡും വളരെ ഹൈ ആയിരുന്നത് KCL ആണെന്ന് പൊതുവിൽ നമ്മൾ BCCI മീറ്റിങ്ങിലെല്ലാം പോകുമ്പോൾ വലിയ അപ്രിസിയേഷൻ ആയിരുന്നു ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ മീഡിയയുടെ ഒരു ഇതും കൂടെ കൊണ്ടാണ് ഈ പതിവിന്ന് വിപരീതമായിട്ട് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മാച്ചസ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് വളരെ വലിയ കവറേജാണ് നമുക്ക് മീഡിയയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത്തവണ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ളൊരു ഇതുണ്ടാവണം എന്നാണ് എനിക്ക് മീഡിയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത്.
പിന്നൊരു കാര്യം പറയേണ്ടത്, നമ്മളൊരു KCLന്റെ കവറേജുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രിക്കറ്റ് ലീഗ് ഒരു മീഡിയ ഒരു അവാർഡ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ കുറച്ച് നമ്മുടെ ഈ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു PR അവരുടെ ഒരു അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ KCLന്റെ ആയിട്ട് മികച്ച റിപ്പോർട്ടർ, അതിന് നമ്മൾ പ്രിന്റ് മീഡിയയും അതുപോലെ ഇലക്ട്രോണിക് മീഡിയയും റേഡിയോ, അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് മികച്ച റിപ്പോർട്ടിങ്ങിന് ഉള്ള അവാർഡുണ്ട്. ഒരു മികച്ച ഫോട്ടോ ജേർണലിസ്റ്റ്, പിന്നെ മികച്ച സ്പോർട്സ് പ്രോഗ്രാം, അത് വിഷ്വൽ, പിന്നെ സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡും, പിന്നെ ബെസ്റ്റ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ട് അവാർഡ്. പിന്നെ ഇതിന് ഈ നമ്മുടെ ഈ ഇവന്റിന്റെ ഒരു സമഗ്ര കവറേജിന് ഉള്ളൊരു അവാർഡും, അങ്ങനെ ഒരു കുറച്ച് ഈ കാറ്റഗറീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇത് അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാം. നമ്മുടെ KCL വൻ വിജയമാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി പറയും.